ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमो। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। हरे कृष्ण हरि ओम तत्सत। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 12 8ാമത്തെ ശ്ലോകം മുതൽ. മയ്യേ വാമനാദശ്വ മയേ ബുദ്ധിം നിവേശയാം നിവാസിഷ്യസി മയ്യേവ അഥാവൂർധം ന സംശയ. മയ്യേ വാമനാദശ്വ മയേ ബുദ്ധിം നിവേശയാം നിവാസിഷ്യസി മയ്യേവ അഥാവൂർധം ന സംശയ. ഹരേ കൃഷ്ണ. സിമി മാതാജി. मया एव मनादस्त्वा मयि बुद्धिं निवेशया निवासिष्यासि मय्येव अत ऊर्ध्व न संशयः। हरि बोल. रूपेश्वरी माताजी. हरे कृष्ण प्रभु जी। मय्येव मन आदस्व मयि बुद्धिं निवेशयाम निवसिष्यसि मय्येव अतः ऊर्ध्वं न संशयः. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക. അപ്രകാരം നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴും, സംശയമില്ല. ഹരേ കൃഷ്ണ. Just fix your mind upon me, the Supreme Personality of Godhead, and engage all your intelligence in me. Thus, you will live in me always without a doubt. ഭഗവാൻ എന്താണ് അർജുനന് പറയുന്നത്? ഫിക്സ് യുവർ മൈൻഡ് അപ്പോൺ മീ. നീ എന്ന് പറഞ്ഞാൽ ഓൺ കൃഷ്ണ. ഇവിടെ അഷ്ടാംഗ യോഗ അല്ല ചെയ്യുന്നത്, പരമാത്മാവിലല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ സ്പെസിഫിക്കലി പറയുമായിരുന്നു പരമാത്മാവിൽ ഫിക്സ് ചെയ്യാൻ. സോ ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡില് മനസ്സ് ഉറപ്പിക്കാനാണ് പറയുന്നത്. ആൻഡ് എൻഗേജ് ഓൾ യുവർ ഇന്റലിജൻസ് ഇൻ മീ. എല്ലാ ബുദ്ധിയും ഭഗവാനിൽ അർപ്പിക്കുക. ദസ് യു വിൽ ലിവ് ഇൻ മീ ഓൾവേസ് വിതൗട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിരിക്കും ഭഗവാനായിട്ട്. ആ കണക്ഷൻ എപ്പോഴും സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും നമുക്ക് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വ്യതിചലിക്കില്ല. ശരിക്കുള്ള ആ പാതയിൽ നിന്ന് വ്യതിചലിക്കില്ല. ഓൾവേസ് വിൽ ബി ദർ ടു ഗൈഡ് us വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. അപ്പോൾ എപ്പോൾ ഭഗവാന് പൂർണ്ണ സമർപ്പണം ചെയ്യുന്നു അപ്പോഴൊക്കെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോൾ വിടുന്നോ അപ്പോൾ ഭഗവാൻ എന്താണ്, ആദ്യമൊക്കെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമ്മൾ പറയും അല്ലേ. പിന്നീട് അത് നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ആരും പറയും, അച്ഛനും അമ്മയും പറയില്ല. അച്ഛനും അമ്മയും ആദ്യമൊക്കെ കുട്ടികളെ ശകാരിക്കും, ശാസിക്കും, നല്ലതും ചീത്തയൊക്കെ പറഞ്ഞ് മനസ്സാക്കി കൊടുക്കും. എത്ര പറഞ്ഞിട്ടും യാതൊരു വ്യത്യാസം കാണുന്നില്ലെങ്കിൽ സോ ബീറ്റ്, എന്താച്ചാ കാണിച്ചോ, അതിന്റെ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും, വിട്ടുകൊടുക്കും അല്ലേ. അതേപോലെ തന്നെ ഭഗവാൻ നമ്മൾക്കും അതിനൊരു അവസരം തരാണ്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മളെ സഹായിക്കാൻ, ഗൈഡ് ചെയ്യാൻ, നേവിഗേറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഭഗവാൻ എന്താണ്, 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. എന്താണ് 2 കാര്യങ്ങൾ? അനുബന്ധ, ഉപദൃഷ്ട. ഉപദൃഷ്ട പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യം വഹിക്കുക. അനുബന്ധ എന്ന് പറഞ്ഞാൽ സാങ്ഷൻ ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സാക്ഷ്യം വഹിക്കും. അത് നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ട്
നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി അനുസരിച്ചിട്ട് നമ്മളുടെ അർഹത അനുസരിച്ചിട്ട് അത് സാങ്ഷൻ ചെയ്യും. എല്ലാം സാങ്ഷൻ ചെയ്യുന്ന നിർബന്ധമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഭഗവാൻ സാങ്ഷൻ ചെയ്താൽ കാര്യം ശരിയോ ഇല്ല. അപ്പൊ എന്താണ് നമ്മുടെ കർമ്മം നമുക്ക് വിധിച്ചിരിക്കുന്നത്, അതിന് ഉതകുന്ന റിസൾട്ട് നമുക്ക് തരും, അത് സാങ്ഷൻ ചെയ്യും. നമ്മൾക്ക് നാളെ ഒരു മില്യണയർ ആവണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ സഹായിച്ച് അതിനുള്ള ക്വാളിഫിക്കേഷൻ, അതിനുള്ള അർഹത നമുക്കുണ്ടോ എങ്കിൽ ചിലപ്പോൾ അത് വരും. അല്ലെങ്കിൽ ആ ആഗ്രഹം ഇന്ന് ഉടലെടുത്തു. ഒരു ആഗ്രഹം ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് പാകിയതിന് സമാനമാണ്. അല്ലേ? ഒരു വിത്ത് പാവുമ്പോൾ എന്താണ്, ഇൻ ഷോർട്ട് ടൈം അല്ലെങ്കിൽ വാട്ട് എവർ ടൈം ഇറ്റ് ടേക്സ് ഇറ്റ് വിൽ സ്പ്രൗട്ട്. അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉതകുന്ന വെളിച്ചവും വെള്ളവും ഫെർട്ടിലൈസർ എല്ലാം കിട്ടുകയാണെങ്കിൽ അത് മുളച്ച് അത് വളരണം. എന്നിട്ട് അത് അതിൻ്റെ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ ഫ്ലവർ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. അതേപോലെ നമ്മളും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പച്ച പിടിക്കും. അതിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കിട്ടിയാൽ, അത് പച്ച പിടിച്ചാൽ അത് തീർച്ചയായിട്ടും വളർന്ന് അത് ഫലം നമുക്ക് തരും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾ പിടിക്കും, കൊല്ലങ്ങൾ പിടിക്കും, ജന്മങ്ങൾ പിടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്റലിജൻസും കൂടിയും ഭഗവാനിൽ അർപ്പിക്കണം. നമ്മൾ എന്താണ്, നമ്മളുടെ ഇന്റലിജൻസ് തോൽക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക. നമ്മൾ ടോട്ടലി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. മാക്സിമം ട്രൈ ചെയ്തിട്ട് ഒരു രക്ഷയില്ല, ഭഗവാനെ ശരണം പ്രാപിക്കുക. അപ്പോൾ നമ്മൾ എല്ലാം വിട്ടിട്ട്, ദ്രൗപദി അതാണ് ചെയ്തത്. ആദ്യം കുറെ ശക്തി നോക്കി, പിന്നെ ചില സമയത്ത് നമ്മളുടെ ഇന്റലിജൻസ് നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ നല്ലത്. അതിൻ്റെ ആ ഒരു സ്റ്റിയറിങ് ഭഗവാന്റെ കയ്യിൽ കൊടുക്കുക. ഇറ്റ് ഈസ് ബിയോണ്ട് മൈ എബിലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോണ്ട് ട്രൈ. എല്ലാറ്റിനും അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഭഗവാനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു കഴിവിൻ്റെ അപ്പുറത്താണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ അവിടെ ഇന്റലിജൻസ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് നമ്മളുടെ ഇന്റലിജൻസും ഭഗവാനെ സമർപ്പിക്കുക. ലെറ്റ് ഹിം ഡിസൈഡ്, ലെറ്റ് ഹിം ടേക്ക് ഓവർ. അല്ലേ? പക്ഷെ എല്ലാ സമയത്തും നമ്മൾ ഭഗവാനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഭഗവാനിൽ അർപ്പിക്കുക നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എൻഗേജ് ഓൾ യുവർ ഇന്റലിജൻസ് ഇൻ മീ. നമ്മളുടെ സ്വന്തം കഴിവിൽ അല്ല, ആക്ച്വലി നമ്മൾ ഒരു പ്രൈഡ്, ഒരു അഭിമാനം, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, അതിൽ നമ്മൾ അഭിമാനിച്ച കാര്യമില്ല. ഇതെല്ലാം ഭഗവാൻ തരുന്നതാണ്. അപ്പൊ അതുകൂടിയും ഭഗവാന് സമർപ്പണം ചെയ്യാനാണ് പറയുന്നത്. Thus you will live in me always without a doubt. ഒരു സംശയം അതിനില്ല. One who is engaged in Lord Krishna's devotion service lives in a direct relationship with the Supreme Lord. So there is no doubt that his position is transcendental from the very beginning. പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഭഗവാനായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. കാരണം വെച്ചാൽ ഹീ ഈസ് സ്റ്റിയറിംഗ് അവർ കാർ, ഹീ ഈസ് കൺട്രോളിങ് അവർ കാർ. മറ്റേത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി കൺട്രോൾ ചെയ്യും. അല്ലേ? അപ്പൊ ഡയറക്റ്റ് ആണോ അതോ മായാദേവി നമ്മൾ കൺട്രോൾ ചെയ്യണോ? ദാറ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ആരെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്? ഭഗവാനെ. ഭഗവാൻ ഡയറക്റ്റ്ലി നമ്മളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവതാളത്തിൽ ചെന്ന് വീഴില്ല. മായാദേവി ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം സിൻസിയർ ആണ് അതനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് തന്നെ ആക്കിയാലും ശരി ഭഗവാന്റെ ആ സേവനം വിടില്ല എന്ന് മായാദേവിക്ക് ഉറപ്പ് വന്നാൽ അപ്പൊ പിന്നെ മായാദേവി വിൽ ഹെൽപ്പ് അസ്. അല്ലെങ്കിൽ മായാദേവി നമ്മളെ ഹെല്ലോറിയും പ്രലോഭനം തരും. എന്തിനാണ് ഇപ്പൊ 30 വയസ്സ് 40 വയസ്സ് ഈ സമയത്താണോ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുക? അതൊരു 70, 80, 90 വയസ്സാകുമ്പോൾ അപ്പോഴല്ലേ ചെയ്യണ്ടു. ഇപ്പൊ നിങ്ങൾ സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചുകൂടെ? മായാദേവി അങ്ങനെയുള്ള ഓരോ പ്രലോഭനം തരും. അപ്പൊ ആ ചതിക്കുഴിയിൽ നമ്മൾ വീണിട്ട് യെസ് ലെറ്റ് മീ എൻജോയ് നൗ, വെൻ ഐ ബിക്കം 60 or 70 or 80 then I will take up. അപ്പൊ നമ്മളുടെ ഫാക്കൽറ്റീസ് നമ്മളെ സഹായിക്കില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല, ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല,
സംസാരിക്കാൻ പറ്റില്ല, the throat is choked. ഓക്കെ, ഓർമ്മശക്തി ഇല്ല, ബുദ്ധി ഇല്ല. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കൗമാരം ആചരേത് പ്രാജ്ഞു എന്ന് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു. കൗമാരത്തിൽ തുടങ്ങണം. ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ചെറുപ്പകാലത്ത് ചെയ്യുന്ന ആ ഒരു ശീലമാണ് അത് എന്നേക്കും ഉണ്ടായിരിക്കും. അല്ലാണ്ട് 70-ാമത്തെ വയസ്സിന് നമുക്കൊരു പുതിയ ശീലം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗൗരാംഗ പ്രഭു, ഒരു ഭക്തന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ വിട്ടുള്ള, അവൻ ചെറുപ്രായമാണ്, അവൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ട് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് പിന്നീട് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവനെ അതിലേക്ക് കൊണ്ടേക്കൊണ്ട്, എന്തിനാ ഈ സമയത്ത് അവനെ ഈ ഇതിലേക്ക് സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകണം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ആൾറെഡി റിട്ടയർ ചെയ്യും, നിങ്ങൾ വന്നോളൂ, മകൻ പൊക്കോട്ടെ. അപ്പൊ അത് പറ്റില്ല, അല്ലല്ല, മകൻ തന്നെ വന്നോട്ടെ എന്ന്. അപ്പൊ ആ റിട്ടയർമെന്റ് ഏജില് 60-70 വയസ്സില് ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനുള്ള ഒരു ക്ഷമ നമുക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് നമുക്ക് അങ്ങോളം കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഡിവോട്ടി ഡസ് നോട്ട് ലിവ് ഓൺ ദ മെറ്റീരിയൽ പ്ലെയിൻ, ഹി ലിവ്സ് ഇൻ കൃഷ്ണ. The holy name of the Lord and the Lord are non-different. Therefore, when a devotee chants Hare Krishna, Krishna and his internal potency are dancing on the tongue of the devotee. നമ്മൾ പറയുന്നില്ലേ, ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പത്ത് ഭഗവാൻ നൃത്തം വെക്കാന്ന് പറയുന്നു. ഈസ് സോ ഹാപ്പി that we are taking his name. And നാമി നമ്മൾ യാതൊരു വ്യത്യാസമില്ല. നമുക്കറിയുന്നില്ല. ഭഗവാനെ സ്മരിക്കുന്നു പറയുമ്പോൾ is very, very happy. That's why he is dancing on the tongue of the devotee. When he offers Krishna food, Krishna directly accepts these eatables. And the devotees becomes Krishnaized by eating the remnants. ഭഗവാൻ ഭോഗം ഓഫർ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞങ്ങള് ഇവിടെ നെന്മിനി പറഞ്ഞിട്ട് ഗുരുവായൂരടുത്ത് നെന്മിനി ബൽറാം ടെമ്പിളിൽ പോയി. അവിടുത്തെ സ്റ്റോറിയും അതാണ്. അച്ഛൻ മകനോട് പറയാണ്, ഞാൻ എങ്ങനെയാണോ ഭഗവാന് ഭോഗം ഓഫർ ചെയ്യുന്നത് അതേപോലെ ഇന്ന് ചെയ്യണം, ഞാൻ പുറത്തു പോവാണ്. അപ്പോൾ മോനെ ഏൽപ്പിച്ചു. മോനെ എന്നും കാണുന്നുണ്ട് ഓഫർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ എല്ലാം കൊണ്ടുവന്നു കൊടുത്തു. ഭഗവാനെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭഗവാൻ കഴിക്കുന്നില്ല. ഇപ്പൊ എന്തേ, കണ്ണിമാങ്ങുവാണോ കടുകുമാങ്ങുവാണോ എന്തില്ലാഞ്ഞിട്ടാണ്? ഇത് പോരെ, ഞാൻ അത് കൊടുന്നേരാം, ഇത് കൊടുന്നേരാം, കഴിക്കൂ, ഇല്ലെങ്കിൽ എന്നെ ചീത്ത പറയും അച്ഛനും അമ്മയും, എന്തുകൊണ്ട് ഉണ്ണിക്കണ്ണൻ കഴിച്ചില്ല ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, എങ്ങനെയും കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോ പിന്നെ ഭഗവാൻ അവിടെ ഇരിക്കാൻ പറ്റി, വന്നു, എല്ലാം നന്നായിട്ട് വെടുപ്പായി കഴിച്ചു. അപ്പോ ഈ ഭോജനം, അതായത് സമർപ്പണം ചെയ്യുന്ന ഭോഗ ഓഫറിങ് സമയത്ത് എല്ലാം അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് വെറും പ്ലേറ്റ് ആയിട്ട് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നപ്പോ ആൾക്കാർ കാണാം, അവിടുത്തെ വീട്ടിലെല്ലാവരും കാണും, എന്താ ഉണ്ണി, എവിടെ പ്രസാദം, നീ മുഴുവൻ അവന്റെ ഉള്ളിൽ ഇരുന്ന് കഴിച്ചോ? ഞാനല്ല കഴിച്ചത്, ഭഗവാനാണ് കഴിച്ചത്. ഭഗവാൻ പ്രസാദം കഴിക്കേ, ഭോഗം കഴിക്കേ, ഇന്നേവരെ കഴിച്ചിട്ടില്ലല്ലോ, ഇന്നെങ്ങനെ കഴിച്ചത്? നീ നുണ പറയണ്ട. അടിക്കാൻ പോയപ്പോഴേക്കും അച്ഛൻ വന്നു, എന്ത് പറ്റി, എന്താണ് സംഗതി ചോദിച്ചു. അപ്പോ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത്, ഞാൻ കരഞ്ഞു കുറെ കരഞ്ഞു. അപ്പൊ ഭഗവാൻ വന്ന് കഴിച്ചു, മുഴുവൻ കഴിച്ചു, ഒന്നുമില്ല, ബാക്കി വെച്ചിട്ടില്ല, നീ നുണ പറയണ്ട. അപ്പൊ അച്ഛനും ദേഷ്യം വന്നിട്ട് അടിക്കാൻ പോയപ്പോ ഓടിയപ്പോ അവിടുന്ന് അർച്ച വിഗ്രഹത്തിന് സെലസ്റ്റിയൽ വോയിസ്, ആകാശവാണി, അവനെ അടിക്കണ്ട, ഞാൻ തന്നെ കഴിച്ചത്, ആ ഭോഗം മുഴുവൻ ഞാൻ, അവന്റെ കരച്ചിൽ എനിക്ക് പറ്റില്ല. ഹരേകൃഷ്ണ പ്രഭുജി, നെറ്റ് ഇല്ല, നെറ്റ് ഇപ്പൊ ബ്രേക്കായി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ഇപ്പോൾ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട് പ്രഭുജി, പക്ഷെ പ്രഭുജി വീഡിയോ അങ്ങനെ ഇളകുന്നുണ്ട്. അതെ, ഇപ്പൊ വീഡിയോ ഓഫ് ചെയ്യണോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പൊ അച്ഛൻ പറഞ്ഞു മകനോട്, ഇത്ര കാലം ഞാൻ ഭഗവാനെ സേവിക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി ഭഗവാൻ എന്റെ ആ ഭോഗ കഴിച്ചായിട്ട് എനിക്കറിയാം. ഭഗവാൻ കഴിക്കണ്ടേ, പക്ഷെ ഇതേപോലെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗ്യം കിട്ടിയടോ. അപ്പൊ ആ തറവാടിന്റെ പേരാണ് നെന്മിനി. അപ്പൊ ആ തറവാട്ടിൽ നെന്മിനിയിൽ ജനിച്ച കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞത്. അതിനുശേഷമാണ് അവിടെ ആ ടെമ്പിൾ സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. അത് ബലരാമന്റെ ടെമ്പിളാണ്. വന്നിട്ട് ഞങ്ങൾ പോയ സമയത്ത് ചന്ദ്രൻ ചാർത്തിരിക്കുകയാണ്. എങ്ങനെ അറിയോ? ബലരാമൻ താഴെ ഊഞ്ഞാലിരിക്കുന്നു, ഭഗവാൻ കൃഷ്ണൻ ബലരാമന്റെ തോളിൽ ഇരുന്നിട്ട് ഊഞ്ഞാലാടുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ച് ചെയ്തിട്ടായിരുന്നു കൃഷ്ണ ബലരാം. എന്നിട്ട് ഗുരുവായൂരിന്ന് ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളിട്ട് തന്റെ ചേട്ടനെ പിറന്നാൾ ആശംസകൾ, എന്നാൽ പിറന്നാളാണ് ബലരാം ജയന്തി ഇവിടെ, പിറന്നാൾ ആശംസകൾ ചെയ്യാൻ വേണ്ടി വരാം. എന്നിട്ട് നിർവരെയും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ആന പഞ്ചവാദ്യം വള്ളത്തിൽ കൂടിയിട്ട് അങ്ങനെ വലം വെക്കുന്ന ഒരുപാട് നേരം പഞ്ചവാദ്യമൊക്കെ സ്വീകരിക്കുകയാണ്. അപ്പോ ഇന്നലെ അവിടെ പോവാൻ ഭാഗ്യം കിട്ടി. ചെറിയൊരു ടെമ്പിള്, നല്ല ടെമ്പിള്, നല്ലൊരു ഉത്സവമായിരുന്നു. അപ്പോ ഭഗവാനെ നമ്മൾ സമർപ്പണം ചെയ്തിച്ചാൽ പിന്നെ ഭഗവാൻ നമ്മളെ നയിക്കും. നമ്മൾ വിട്ടുകൊടുക്കണം മാത്രം. നമ്മുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു സ്റ്റിയറിംഗ് ഇല്ലേ, അത് ഭഗവാൻ വിട്ടുകൊടുക്കും. നമ്മുടെ എന്തായാലും മിക്കവാറും ഞാൻ തന്നെയാണ് ഇതിന്റെ നാവിഗേറ്റർ എന്ന് പറഞ്ഞ് അത് വിട്ടുകൊടുക്കില്ല. അപ്പൊ ഭഗവാന്റെ നാമം നമ്മൾ ചൊല്ലുമ്പോ നമ്മളുടെ നാവിന്റെ തുമ്പത്ത് ഭഗവാൻ ഡാൻസ് ചെയ്യുന്ന പോലെ. So when he offers Krishna food, Krishna directly accepts these eatables, and the devotees becomes Krishnaized by eating the remnants. Okay. അപ്പൊ നമ്മള് വെജിറ്റേറിയൻ അല്ല, കൃഷ്ണപ്രസാദാണ്. വെജിറ്റേറിയൻ പ്രസാദം അതിന്റെ വെജിറ്റബിൾസ് മാത്രം, പക്ഷെ ഭഗവാൻ അർപ്പണം ചെയ്തിട്ടുള്ളത് കൃഷ്ണപ്രസാദം. അപ്പൊ അത് കൃഷ്ണൈസ്ഡ് ആവും, സ്പിരിച്വലൈസ്ഡ് ആവും by eating the remnants. One who does not engage in such service cannot understand how this is so. Although this is a process recommended in the Bhagavad Gita and in other Vedic literatures. അപ്പൊ ഭഗവാന്റെ സേവനത്തില് ഏർപ്പെടാത്ത ആൾക്കാർക്ക് ഇതിന്റെ മഹിമ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അപ്പൊ എത്ര കാലമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു അനുഭവം ഭഗവാന്റെ സൈഡിൽ നിന്ന് നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, ഏതെങ്കിലും ചെറിയ തരത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. although this is a process recommended in Bhagavad Gita and other Vedic literatures. ഇതെല്ലാം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഭഗവാൻ എങ്ങനെ പ്രീതിപ്പെടുത്താം, എങ്ങനെ സേവനം ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്രകാരം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ വിൽ ഡയറക്ട്ലി കമാൻഡ് or directly navigate us or guide us. പിന്നെ മായയുടെ അധീനത്തിൽ നമ്മൾ വരില്ല, മായ ശക്തിയുടെ അധീനത്തിൽ നമ്മൾ വരില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവത് ധാമില് ഈ ലൈഫിൽ തന്നെ പോകാൻ പറ്റും. മായ വിൽ ഹെൽപ്പ് us. എപ്പോഴാണ് ഹെൽപ്പ് ചെയ്യാൻ? നമ്മൾ ടോട്ടലി ഭഗവാനെ സമർപ്പണം ചെയ്യും. അതുവരെ നമ്മളുടെ സിൻസിയറിറ്റി അത് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹൗ സിൻസിയർ ആർ വി ഇൻ ഡൂയിങ് ദിസ് ഡിവോഴ്സ് സർവീസ്? നമുക്ക് അതിനോടുള്ള ആ താല്പര്യം താൽക്കാലികമാണോ, അതോ നമ്മൾ സിൻസിയറായിട്ട് ആഗ്രഹിക്കും? നമ്മൾ പറയും, അയ്യോ കൃഷ്ണ എനിക്ക് ഭക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് വെറും ലിപ് സർവീസ് അല്ലേ. ശരിക്കും ഭക്തി എന്ന് തന്നാൽ നമ്മൾ ചിലപ്പോൾ ഓടിപ്പോകും. ഞാൻ ആ ഭക്തിയല്ല ചോദിച്ചത്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലുള്ള ഭക്തി. ഒരു ദിവസം 1 മണിക്കൂർ ഭക്തി, അല്ലെങ്കിൽ 2 മണിക്കൂർ, അല്ലെങ്കിൽ ആഴ്ച ഒരിക്കലും. അപ്പൊ ഭക്തി തന്നാൽ നമ്മൾ അയ്യോ ഈ ഭക്തി എനിക്ക് വേണ്ട. കാരണം 24 മണിക്കൂർ നമുക്ക് ഭഗവത് സേവനത്തിലുള്ള രുചി കിട്ടും. അപ്പോ വീട്ടുകാർ പറയാൻ തുടങ്ങും, നാട്ടുകാർ പറയാൻ തുടങ്ങും, ഇവനെ ചിലപ്പോ തലയ്ക്ക് എന്തോ അസുഖം വന്നിട്ടുണ്ട്, ഇത്ര കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, ഡോക്ടറിനെ കാണിക്കണം എന്ന് പറയും അല്ലേ? അത് ആക്ച്വലി ഡോക്ടറെ കാണിക്കേണ്ടത് ആരെയാണ്? ഈ പറയുന്ന ആളെ വേണ്ടത്.
കാരണം ഇങ്ങനെ ഒരു തലത്തിൽ എത്തിക്കിട്ടാൻ ഭക്തന്മാര് എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ ആ തലത്തിൽ എത്തിക്കിട്ടുമ്പോൾ നമ്മൾ അതിനെ മറ്റുള്ളവരുടെ ഇത് കാരണം നമ്മൾ പിൻവലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് മായാദേവി ശരിക്കും നമ്മളെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ പാസ്സാവാണെങ്കിൽ നമ്മൾ സിൻസിയർ ആണെങ്കിൽ അപ്പൊ നമുക്ക് വരും. അപ്പൊ പിന്നെ മായാദേവി ഷീ വിൽ ബി പ്രോ ടു അസ്, നമ്മളെ സഹായിക്കുകയാണ് ചെയ്യും. പിന്നെ ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ IIT എക്സാമിനൊക്കെ കുട്ടികളുടെ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവുന്നില്ലേ? എത്രയോ ആയിരക്കണക്കിന് കുട്ടികളുടെ അപ്ലൈ ചെയ്യുമ്പോൾ എത്രയോ കുറച്ച് കുട്ടികളുടെ അതിന്റെ എൻട്രിനെ കിട്ടുന്നുള്ളൂ, പാസ്സാവുന്നു. അതിൽ ക്രീമായിട്ട് കുറച്ച് പേര് വരുന്നു. അതൊരു ചെറിയൊരു ക്രൂഡ് എക്സാമ്പിൾ ആണെങ്കിലും കൂടിയിട്ട് അതേപോലെ ആയിരിക്കും ഇവിടുത്തെ ഭഗവാന്റെ ടെസ്റ്റിങ്ങും. എല്ലാവർക്കും അതിൽ പാസ്സായിക്കൊള്ളുന്നില്ല. എത്ര തന്നെ ട്രൈ ചെയ്താലും ശരി, നമ്മളെല്ലാം ആ ലിസ്റ്റ് ട്രൈ ചെയ്യുന്ന ലിസ്റ്റിൽ ഉണ്ടായിരിക്കാം. പക്ഷെ പാസ്സാവും മാത്രമല്ല, ആ പാസ്സാവുന്ന ലിസ്റ്റിൽ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 അതിൽ വരുമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നൊരു സാധന ഭക്തിയാണ്. വൈദ്യ സാധന ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ ഓരോരുത്തരും വേരിയിങ് തലത്തിലാണ്, വേരിയിങ് കോൺഷ്യസ്നസ് ലെവലിൽ. ഓരോരുത്തരുടെയും പ്രോഗ്രസ് ഡിഫറെന്റ് ഇൻ വേരിയിങ് ഡിഗ്രീസ്. സോ എത്രത്തോളം നമ്മൾ സിൻസിയർ ആണോ അത്രത്തോളം നമ്മുടെ പ്രോഗ്രസ്സും അതുപോലെ പെട്ടെന്ന് നടക്കും. അല്ലെങ്കിൽ നമുക്ക് വെറും പറയാം, ഞാൻ 30 കൊല്ലായി 20 കൊല്ലായി 10 കൊല്ലായി കൃഷ്ണ പഠിച്ചത്. ബട്ട് വാട്ട് ഈസ് ദ പ്രോഗ്രസ് വെച്ചാൽ ആർക്കും ഒന്നും അറിയാൻ പറ്റും. പക്ഷെ പ്രോഗ്രസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സി അവർ പൊസിഷൻ 10 years ബാക്ക് നമ്മൾ ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ 20 years ബാക്ക് ആൻഡ് നൗ, ആൻഡ് വി ക്യാൻ കമ്പയർ അന്നും ഇന്നും. അപ്പൊ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലേ, നമുക്ക് വ്യത്യാസമുണ്ടോ നമ്മുടെ ബിഹേവിയറിൽ, ഓക്കെ, നമ്മളുടെ ഡീലിംഗ് വിത്ത് അതേഴ്സ്, നമ്മുടെ സ്വഭാവം, ഇതൊക്കെ നമുക്ക് തന്നെ നോക്കാം. അപ്പോൾ ആ പ്രോഗ്രസ് നമുക്ക് വേണമെങ്കിൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രോഗ്രസ് നോക്കാം. പിന്നെ മറ്റുള്ളവരുടെ പുരോഗതിയിൽ, മറ്റുള്ളവരുടെ ഒരു പ്രോഗ്രസ്സിൽ നമുക്ക് അസൂയുണ്ടോ, അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ ഫോൾട്ട് ഫൈൻഡിങ് ചെയ്യാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു രുചി, അതിലൊരു സന്തോഷം കണ്ടെത്തുക ഉണ്ടോ, മറ്റുള്ളവരുടെ അനാവശ്യമായിട്ട് ദേഷ്യം ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ഇല്ലേ. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. 10 years back how we were, now how we are after 10 years of practice. അതിന്റെ അനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഗ്രസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ 10 കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 10 കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്നാലും നമുക്ക് പ്രോഗ്രസ് ഇല്ല. 1 കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അവർ പോകുന്നു. കാരണം he is sincere. For the last 1 years he wants to progress himself and he is doing everything that Krishna has instructed, or in Bhagavad Gita whatever instruction Krishna has given to us. മറ്റുള്ളവർ ഒരു ടൈം പാസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. ദേ ആർ നോട്ട് വെരി സിൻസിയർ ഇൻ ദ അപ്രോച്ച്. അപ്പോൾ അതാണ് വ്യത്യാസം. ഓരോരുത്തരുടെ സിൻസിയറിറ്റി അനുസരിച്ചാണ് പ്രോഗ്രസ്. നമ്പർ ഓഫ് ഇയേഴ്സ് കണക്കാക്കിയിട്ട് കാര്യമില്ല. നമ്പർ ഓഫ് ഇയേഴ്സ് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചില ആൾക്ക് 30 കൊല്ലം 40 കൊല്ലം, പക്ഷെ 1 കൊല്ലം മതി, 1 മിനിറ്റ് മതി. ഖട്വാങ്ക മഹാരാജനോട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് 1 മുഹൂർത്ത ഇസ് എനഫ് ടു ഗെറ്റ് പെർഫെക്ഷൻ. സ്വർഗലോകത്തിലെ ദേവതമാരെ സഹായിക്കുമ്പോട്ട് അസുരന്മാരായിട്ടുള്ള യുദ്ധത്തില് ഖട്വാങ് മഹാരാജുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ചു, കുറേ കാലം യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാരണം അത്രയും നിപുണനായിരുന്നു യുദ്ധത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇവിടുന്ന് ഭൂലോകത്ത് നിന്ന് കൊണ്ടുപോയത് സ്വർഗലോകത്തിലേക്ക്. അസുരന്മാരെയൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചു. അപ്പോൾ ദേവന്മാർ വന്നു, എന്താണ് വരം ചോദിച്ചു. എനിക്കൊരു ആവശ്യമില്ല, എനിക്കൊരു കാര്യം അറിയണം, എനിക്ക് ഇനി ജീവിതത്തിൽ എത്ര കാലം ബാക്കിയുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് 1 മുഹൂർത്തം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മുഹൂർത്തം അദ്ദേഹം കംപ്ലീറ്റ് എല്ലാം മറന്ന് ഭഗവാന് സമർപ്പിച്ച് ഭഗവാനെ ധ്യാനിക്കണം. അപ്പൊ പ്രഭുപാദ പറയുന്നത് ജസ്റ്റ് 1 minute is enough for us to become perfect. പെർഫെക്ഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അതിന് ഖട്വാങ് മഹാരാജന്റെ ഉദാഹരണമാണ്. അപ്പൊ ആ മുഹൂർത്തത്തില് പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് അദ്ദേഹം ഭഗവത് പ്രാപ്തി നേടി എന്നാ പറയുന്നത്. ചില ഡിവോട്ടീസ് ചോദിക്കും പ്രഭുപാദരെ, ടു ബിക്കം പെർഫെക്റ്റ് ഓർ
ടു അറ്റൈൻ പെർഫെക്ഷൻ ഹൗ ലോങ് ഇറ്റ് റിക്വയർസ്. അപ്പോൾ അപ്പോഴാണ് വളരെ ഗ്രേവായിട്ട് പറഞ്ഞത് 1 minute. ജസ്റ്റ് 1 minute. അപ്പോഴാണ് കട്വാ മഹാരാജന്റെ ഈ ഉദാഹരണം കൊടുക്കുന്നത്. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് അതല്ല ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ ഉള്ള പാരാമീറ്റർ. നമ്മളുടെ പ്രോഗ്രസ്, നമ്മളുടെ ആ കംപ്ലീറ്റ് പ്രാക്ടീസ് എങ്ങനെ എത്ര സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ്, നോട്ട് നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് ആൾസോ വൺ ഓഫ് ദ പാരാമീറ്റർ, നോ ഡൗട്ട്, ബട്ട് ദാറ്റ് അലോൺ ഈസ് നോട്ട് ദ പാരാമീറ്റർ. അത്രേ ഉള്ളൂ. So one who does not engage in such service cannot understand how this is so. Although this is a process recommended in Bhagavad Gita and in other Vedic literature. Text 9. Ada chittam samadhatum na sakshnosi mayi stiram abhyasa yogena tato mamichaptum dhananjaya. Ada chittam samadhatum na sakshnosi mayi stiram abhyasa yogena tato mamichaptum dhananjaya. Hare Krishna. पार्वती माता जी. कृष्णजी अथ चित्तं समादातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय. वेरी गुड. सिमी माता जी. अदा चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय. वेरी गुड. रूपेश्वरी माता जी. हरे कृष्ण प्रभुजी. अथ चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय. हरे कृष्ण. Translation. പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവനെ, എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നെങ്കിൽ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. ഒരു മിനിറ്റ് കൂടി. എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. ഓക്കെ. അപ്പൊ ഇത് ബബിത മാതാജി ഒന്ന് വായിച്ചോളൂ. ശ്ലോകം ഒന്ന് വായിച്ചോളൂ. ഇല്ലേ? അവിടെ ഇല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഉണ്ട് അല്ലേ? വായിക്കൂ. പ്രഭുജി, ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് ഇഷ്യൂ ആണ്, അതാണ് ഇടയ്ക്ക് ലീവായി പോകുന്നത്. വായിക്കുന്നുണ്ടോ? യെസ് യെസ്. അത് ചിത്താം സമാദത്തം ന സാക്ഷ്ണോസി മായി സ്ഥിരം അഭ്യാസയോഗേന തതോ മാം ഇച്ഛാപ്തം ധനാഞ്ജയ. അപ്പൊ ആദ്യത്തെ 8ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണേ? എന്നെ ധ്യാനിക്കുക. ആൻഡ് ഓൾ എന്താണ് പറഞ്ഞത്? ഇന്റലിജൻസ് അല്ലേ? അല്ല പറഞ്ഞത്? യാ, എൻഗേജ് ഓൾ യുവർ ഇന്റലിജൻസ് ഇൻ മീ, then you will always live with me without a doubt. So fix your mind upon me. So pre-personality, you've got to engage all your intelligence in me. Thus you will live in me always. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്. ഇത് പറ്റിയിട്ടില്ലെങ്കിൽ, ഓക്കെ, പല എല്ലാവർക്കും പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള അവബോധത്തിലായിരിക്കും ഓരോരുത്തർ, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ചില ആൾക്കാർ സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഒരു പ്രാക്ടീസ് പറ്റില്ല എന്ന് ഭഗവാൻ തന്നെ അറിയാം. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ഓപ്ഷൻ കൊടുത്തു. ഫിക്സ് യുവർ മൈൻഡ് അപ്പോൺ മീ, സതതം കീർത്തയന്തോ മാം കീർത്തനീയ സദാഹരി സ്മർത്തവ്യം സതതം വിഷ്ണു. ഇതൊക്കെയാണ്. അപ്പം അത് പറ്റിയില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണ്? മൈ ഡിയർ അർജുന, നോ വിന്നർ ഓഫ് വെൽത്ത്, ഇഫ് യു കനോട്ട് ഫിക്സ് യുവർ മൈൻഡ് അപ്പോൺ മീ. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ then what is that? If you cannot fix your mind upon me without deviation, നമുക്ക് പറ്റുമോ അത്? വിത്തൗട്ട് ഡീവിയേഷൻ 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആയിരിക്കണം. വിത്തൗട്ട് ഡീവിയേഷൻ നമ്മളുടെ മനസ്സ് ഒരു മിനിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഭഗവാന്റെ നാമത്തിൽ, ചലിച്ചുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് റൂൾഡ് ഔട്ട്. ദാറ്റ് ഓപ്ഷൻ ഈസ് റൂൾഡ് ഔട്ട്.
കാണിച്ച് നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ അതിൽ കൂട്ടുന്നില്ല. അതുകൊണ്ട് കാണിച്ച ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കാണോ ആ തലത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇഫ് യു കനോട്ട് ഫിക്സ് യുവർ മൈൻഡ് അപ്പോൺ മീ വിതൗട്ട് ഡീവിയേഷൻ ദെൻ ഫോളോ ദ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഭക്തി യോഗ. അപ്പൊ എന്താണ് സെക്കൻഡ് ഓപ്ഷൻ? റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഇൻ ദിസ് വേ ഡെവലപ്പ് എ ഡിസൈഡ് ടു അറ്റൈൻ മീ. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഭഗവാനിൽ എത്താനുള്ള ഒരു ആഗ്രഹം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ചെയ്താൽ നമ്മൾ എവിടെ എത്തും? ആദ്യത്തെ സ്റ്റേജിലേക്ക് എത്തും. സ്ട്രേറ്റ് അവേ നമുക്ക് ടോപ്പ് റങ്ങിലുള്ള ലേഡറിന്റെ ടോപ്പ് റങ്ങിലുള്ള ആ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് താഴെയുള്ള ഇപ്പൊ 4 സ്റ്റെപ്പാണ് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കോണിയിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഡെസ്റ്റിനേഷൻ ടോപ്പ് റങ് ഓഫ് ദ ലേഡർ. അപ്പോൾ അതിന് വേണ്ടുന്ന ആ പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ താഴത്തെ സ്റ്റെപ്പ് അതാണ് ഇവിടെ ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാൻ. എങ്ങനെ? ഫോളോയിങ് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. Second option. So in this verse, 2 different processes of Bhakti Yoga are indicated. The first applies to one who has actually developed an attachment for Krishna, Supreme Personality of Godhead, by transcendental love, Bhakti Yoga. And the other is for one who has not developed an attachment for the Supreme Personality of Supreme Person by transcendental love. 2 തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് ഇവിടെ വന്ന് who has already developed attachment for Krishna, and the other is for one who has not developed attachment for Supreme. For this second class, there are different prescribed rules and regulations. അതാണ് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. സെക്കൻഡ് ക്ലാസ് ആൾറെഡി നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ആ തലത്തിന് എന്താ പറയാ? അറ്റാച്ച്മെന്റ് അത് 2 തലം എന്ന് പറയുന്നത്. ഫസ്റ്റ് അപ്ലൈസ് ടു വൺ ഹു ഹാസ് ഓൾറെഡി ഡെവലപ്ഡ് എൻ അറ്റാച്ച്മെന്റ് ഫോർ കൃഷ്ണ. രണ്ടാമത് വൺ ഹു ഹാസ് നോട്ട് ഡെവലപ്പ്. 2 തമ്മിൽ വ്യത്യാസം രണ്ടിൻ്റെയും എന്താണ്? ഒന്ന് വൈദി സാധന ഭക്തിയാണ്, ഒന്ന് രാഗാനുഗ ഭക്തിയാണ്. അത് റെഗുലേഷൻസ് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ റെഗുലേഷൻസ് എല്ലാം ഇൻബിൽട്ട് ആണ്, നമ്മുടെ സിസ്റ്റത്തിൽ ലയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ 6 മണിക്ക് എഴുന്നേൽക്കുക, ഇന്നത്തെ ചെയ്യുക അങ്ങനത്തെ ഒരു റെഗുലേഷൻ ഫോളോ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റേജിൽ എത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ അതെല്ലാം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂറും നമ്മൾ ഭക്തിയാണ് ചെയ്യുന്നത്, അവിടെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെയാണ് വൈദ്യ സാധന ഭക്തി. ആൻഡ് ദ അതർ ഈസ് ഫോർ വൺ ഹു ഹാസ് നോട്ട് ഡെവലപ്ഡ് ആൻ അറ്റാച്ച്മെന്റ് ഫോർ ദ സുപ്രീം പേഴ്സൺ ബൈ ട്രാൻസെൻഡന്റൽ ലവ്. ആ സ്റ്റേജിലെത്താൻ. ഫോർ ദിസ് സെക്കൻഡ് ക്ലാസ് ദർ ആർ ഡിഫറെന്റ് പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അതാണ് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസും ഒരുപാട് നിയമങ്ങളും പാലിക്കേണ്ടി വരുന്നു. വൺ ക്യാൻ ഫോളോ ടു ബി അൾട്ടിമേറ്റ്ലി എലിവേറ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. അപ്പൊ അത് അവിടെ കൊണ്ടെത്തിക്കുന്നു ആ ഭഗവാനായിട്ടുള്ള അറ്റാച്ച്മെന്റിൽ. അങ്ങനെ അറ്റാച്ച്മെന്റ് വന്ന് അതിൽ പെർഫെക്ഷൻ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ എവിടേക്ക് എത്തുന്നു? രാഗാനുഗ ഭക്തി അല്ല. അപ്പോ ഇപ്പൊ ആദ്യം ഇപ്പോഴത്തെ ലോവർ സ്റ്റേജ് ഇപ്പൊ 3ാമത്തെ, അതായത് ഈ ഇതിൽ 2 പറഞ്ഞു. ആദ്യത്തെ പറയുന്നത് 100% കൃഷ്ണ അവബോധത്തിലെ ഭഗവത് സേവനം മാത്രം. ഈ ഭക്തിയാണ് പറയുന്നത് അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ. അതിൽ 2 കാറ്റഗറി. ഒന്ന് ആൾറെഡി അറ്റാച്ച്, ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വൈദ്യ സാധന ഭക്തി, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്തിട്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റന്റ്ലി ഒരു കൃഷ്ണാവബോധത്തിൽ ഭഗവാന്റെ അറ്റാച്ച്മെന്റ് നമുക്ക് കിട്ടും. രാഗാനുഗ ഭക്തി. ആ രാഗാനുഗ ഭക്തിയുടെ പെർഫെക്ഷൻ സ്റ്റേജ് എന്താണ്? രാഗാത്മിക ഭക്തി. ഓക്കെ. അപ്പൊ ആ തലത്തിലാണ് ആദ്യത്തെ വ്യക്തി ആദ്യം പറഞ്ഞത് 8ാമത്തെ ശ്ലോകത്തില്. ജസ്റ്റ് ഫിക്സ് യുവർ മൈൻഡ് അപ്പോൺ മീ ആൻഡ് എൻഗേജ് ഓൾ യുവർ ഇന്റലിജൻസ് അപ്പോൺ മീ, ഡെഫിനറ്റ്ലി യു വിൽ ലിവ് വിത്ത് മീ. അതാണ്. അപ്പൊ ആ സ്റ്റേജിലേക്ക്, അപ്പൊ അങ്ങനെ പൂർണ്ണത എത്തുന്ന രാഗാനുഗ ഭക്തിയിൽ പൂർണ്ണത കൈവരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഗാത്മിക ഭക്തൻ. അപ്പൊ അവരെ
നമ്മൾ ഫോളോ ചെയ്യണം. അവരെ അനുകരിക്കല്ല. അവരെ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. So for this second class, there are different prescribed rules and regulations one can follow to be ultimately elevated to the stage of attachment to Krishna. Bhakti Yoga is the purification of the senses. ഭക്തി യോഗയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം എന്താണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുക. At the present moment in material existence, senses are always impure, being engaged in sense gratification. But by the practice of Bhakti Yoga, these senses can become purified. And in the purified state, they come directly in contact with the Supreme Lord. Okay? ഈ ഇന്ദ്രിയങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മൾ ഡയറക്ട്ലി ഭഗവാനായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലായിരിക്കും. പിന്നെ ആരും വേണ്ട. ഡെഫിനറ്റ്ലി ദർ ഇസ് എ വയ മീഡിയ ഓഫ് ഗുരു, ദർ ഇസ് നോ ഡൗട്ട്. അതിനെ നമുക്ക് എഴുത്തള്ളാൻ പറ്റില്ല. ആൾവേസ് വി ആർ ഗോയിങ് ത്രൂ ഗുരു. അതും ഡയറക്റ്റ് തന്നെയാണ്. ഗുരു ഇല്ലാണ്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദ സ്പിരിച്വൽ വേൾഡ്, ദാറ്റ് ഗുരു റിലേഷൻഷിപ്പ് ഈസ് ദർ. വി കനോട്ട് ഡയറക്ട്ലി അപ്രോച്ച് കൃഷ്ണ, സോ ത്രൂ ഗുരു ഓൺലി. അപ്പോൾ അതുകൊണ്ട് ഐ മേ ബി എൻഗേജ് ഇൻ സം സർവീസ് ടു സം മാസ്റ്റർ. കണ്ടോ, in this material existence, I may be engaged in some service to some master, but I don't really lovingly serve my master. Material plane ഒരു ഉദാഹരണമാണ്. I simply serve to get some money, other some expectation, and the master also is not in love. He takes service from me and pays me, so there is no question of love. It's a business deal ആണ്, അവിടെ സ്നേഹമില്ല. But for spiritual life, one must be elevated to the pure stage of love. That stage of love can be achieved by practice of divine service performed with the present senses. This love of God is now in a dormant state in everyone's heart. Actually, love is there within all of us. Okay, but that is covered, just like the fire is covered with smoke, okay, or ashes. Fire is there, but it is covered by smoke or ashes. Similarly, the love is there, that is in dormant, it is already covered. So, and there, love of God is manifested in different ways. It is contaminated by material association. Now the heart has to be purified of the material association. And that dormant natural love for Krishna has to be revived. That is the whole process. About revival of our relationship with Krishna. To practice the regulative principles of Bhakti Yoga, one should, under the guidance of an expert spiritual master, follow certain principles. One should rise early in the morning, take bath, enter the temple, and offer prayers and chant Hare Krishna. Then collect flowers to offer to the deity, cook foodstuffs to offer to the deity, take prasadam, and so. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ. There are various rules and regulations which one should follow, and one should constantly hear Bhagavad Gita and Srimad Bhagavatam from pure devotees. This practice can help anyone rise to the level of love of God, and then he is sure of his progress into the spiritual kingdom of God. This practice of Bhakti Yoga under the rules and regulations with the direction of the spiritual master will surely bring one to the stage of love. അപ്പോൾ ഒരു സ്പിരിച്വൽ മാസ്റ്റർ, ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ ഭക്തിയുത സേവനം ചെയ്താൽ തീർച്ചയായിട്ടും യമനിയമങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് ഭക്തിയുത സേവനം ചെയ്ത് ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും അതെന്താ നമ്മളെ എന്ത് പ്രാപിക്കാനാണ് നമ്മളെ പ്രാപ്തരാക്കുക? ടു ദ സ്റ്റേജ് ഓഫ് ലവ് ഓഫ് ഗോഡ്. ഇറ്റ് കൃഷ്ണ പ്രേമത്തിന് നമ്മൾ എലിജിബിൾ ആവും, അർഹരാവും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ത്രൂ ബൈ ഫോളോയിങ് റെഗുലേഷൻസ് വി ക്യാൻ റൈസ് ടു ദ സ്റ്റേജ് ഓഫ് ലവ് ഓഫ് ഗോഡ്. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? ആദ്യത്തെ ഫിക്സ് യുവർ മൈൻഡ്. അത് പറ്റില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ത്രൂ റെഗുലേറ്റഡ് ഡിവോഷണൽ സർവീസ്, വൈദ്യ സാധന ഭക്തിയിലൂടെ.
ഇനി അതും പറ്റിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഭഗവാൻ കൊടുക്കണം. അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥം അഭികർമാണി കുർവൻ സിദ്ധിം വാപ്സ്യസി. അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥം അഭികർമാണി കുർവൻ സിദ്ധിം വാപ്സ്യസി. ഓക്കെ, ബബിത മാതാജി. अभ्यासे अभि असमर्थोऽसि मत्कर्मा परमो भव मदार्थम् अभिकर्माणि कुर्वान् सिद्धिम् अवाप्स्यसि. വെരി ഗുഡ്. പാർവതി മാതാജി. अभ्यासेभ्यस्तमर्थोऽसि मत्कर्मो परमो भव मदर्थम् अपि कर्माणि कुर्वन् सिद्धिमवाप्स्यसि. വെരി ഗുഡ്. ഓക്കെ, ആൻഡ് സിമി മാതാജി. अभ्यासेऽपि असमर्थोऽसि मत्कर्मा परमो भव मदर्थम् अभिकर्माणि कुर्वान् सिद्धिम् अवाप्स्यसि. രൂപേശ്വരി മാതാജി. ഹരീഷ്ണ പ്രഭുജി. അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥം അഭികർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. വെരി ഗുഡ്. ഭക്തിയോഗത്തിന് വേണ്ടുന്ന നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. എനിക്കായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നീ പരിപൂർണതയിലെത്തും. ഹരീഷ്ണ പ്രഭുജി. വെരി ഗുഡ്. അപ്പൊ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടി തരാണ്. അത് ഭക്തിയോഗത്തിന്റെ അതിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ. ഭഗവാൻ എത്ര ദയാലുവാണല്ലേ, നമ്മളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത്, അതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത്, അങ്ങനെ കുറെ ഓപ്ഷൻസ് തരാണ്. ഇഫ് യു കനോട്ട് പ്രാക്ടീസ് ദ റെഗുലേഷൻസ് ഓഫ് ദ ഭക്തി യോഗ, അത് ചെയ്യാൻ പറ്റിയെങ്കിൽ ദെൻ ജസ്റ്റ് ട്രൈ ടു വർക്ക് ഫോർ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഭഗവാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ കൊല്ലത്തിലൊരിക്കലോ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭഗവാന്റെ പേരിൽ നമ്മൾ വർക്ക് ചെയ്യും. ജസ്റ്റ് ട്രൈ ടു വർക്ക് ഫോർ മീ, ബിക്കോസ് ബൈ വർക്കിംഗ് ഫോർ മീ യു വിൽ കം ടു ദ പെർ. അപ്പൊ സ്ലോലി ഗ്രാജുവലി ഇതെല്ലാം എന്താണ് പറയുക, ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് അല്ലേ. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഈസ് പ്രോഗ്രസിങ് ടുവേർഡ്സ് കൃഷ്ണ. അപ്പൊ അത് രണ്ടാമത്തെയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താണ്, വർക്ക് ഫോർ മീ. അപ്പൊ പതുക്കെ പതുക്കെ ശുദ്ധീകരണം സംഭവിക്കും. അങ്ങനെ ശുദ്ധീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ആ ആദ്യത്തെ ഇതിലെത്തും, ആ തലത്തിലെത്തും. ഇറ്റ് മേ ടേക്ക് സം ടൈം, ഇറ്റ് മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്. നമ്മളുടെ ശുദ്ധീകരണം നടക്കണം. ഇവിടെ നമ്മൾ ആ തലത്തിൽ എത്താത്തതുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ തരുന്നത്. നമ്മൾ കുട്ടികൾക്കും ചിലപ്പോൾ ഓപ്ഷൻ കൊടുക്കും അല്ലേ, വീട്ടിലെ അച്ഛനമ്മമാര് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ടാസ്ക് കൊടുത്താൽ ഓക്കെ 90% മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് 75 മേടിക്കേ. കാണിച്ച 4 ആൾക്കാരോട് ചോദിക്കും എത്രയും മകന് മാർക്ക്, 35% പറഞ്ഞാൽ ഏത് മുഖം കൊണ്ട് ഞാൻ പറയാ? അങ്ങനെ അച്ഛനമ്മയൊക്കെ ചോദിക്കും. അപ്പൊ പല ഓപ്ഷൻ കൊടുക്കും അല്ലേ. അതേപോലെ ഭഗവാനും നമുക്ക് ഓപ്ഷൻ തരാണ്. ഇനി അതും ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേ, എൻ്റെ പേരിൽ എന്തെങ്കിലും കാര്യം ചെയ്യേ. So one who is not able to even to practice the regulative principles of Bhakti Yoga under the guidance of spiritual master can still be drawn to this perfection stage by working for the Supreme Lord. How to do this work has already been explained in the 55th verse of the 11th chapter. 55th. എന്താണ് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ലാസ്റ്റ് വേഴ്സ് ആണ്, 11th ചാപ്റ്ററിൽ ലാസ്റ്റ് വേഴ്സ്. എടുത്തു പ്രഭുജി പറയണ്ടായിരുന്നു, പ്രഭാതയുടെ ഫേവറേറ്റ് ശ്ലോകം. പ്രഭാതയുടെ ഏറ്റവും ഫേവറേറ്റ് ശ്ലോകമാണ്. എനിക്ക് മത്കർമാകൃൻ മത്പരമോ മദ്ഭക്ത സംഘവർജിതഃ നിർവൈര സർവഭൂതേഷു യാസ മാമേതി പാണ്ഡവ. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും
എന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. പ്രഭുജി, അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ പലരും ഈ വഴിക്ക് വന്നിട്ടില്ലെങ്കിലും അവരുടെ ജീവിതം മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവര് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചാൻഡിങ് ഇതിലൊന്നും എത്തുന്നില്ല. അത് അപ്പൊ ഉദ്ദേശിക്കുന്നത് അവരിങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എത്തും എന്നുള്ളത് അല്ലേ പ്രഭുജി? ഇത് കുറച്ച് ഈസി ഇതാണ്. മറ്റത് സ്ലോ പ്രോസസ്സാണ്. എന്തായാലും എത്തിയേ പറ്റൂ. അപ്പോൾ നമ്മുടെ പ്രോഗ്രസ് ഈസ് അത് വളരെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, വളരെ സ്ലോ ആയിരിക്കും. ഭഗവാന്റെ പേര് ഒരു കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാലും അങ്ങനെ പ്രോഗ്രസ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇത് ഭഗവാൻ ഓത്തറൈസ്ഡ് പ്രോസസ്സാണ്, മറ്റ് നമ്മളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈവൺ എ ലിറ്റിൽ അഡ്വാൻസ്മെന്റ് അല്ലെ, നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മാധവഭയ. സ്വല്പം, വളരെ സ്വല്പമായിട്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. കൊല്ലത്തിൽ ഒരിക്കലും ചെയ്താൽ മതി, അതെപ്പോഴും അവിടെ ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോഗ്രസ് ഈസ് ദ ഡെഫിനറ്റ്ലി. ഒരു ഭക്തനെ സംബന്ധിച്ചോളം വളരെ കുറച്ച് ചെയ്താലും പ്രോഗ്രസ് ചെയ്ത് അത് ഇറ്റ് ഈസ് നെവർ ഡിമിനിഷ്ഡ്, ഇറ്റ്സ് നെവർ ലോസ്റ്റ്. ദാറ്റ് ക്രെഡിറ്റ് ഈസ് ആൾവേസ് ദർ. അവിടെ ഏത് തരത്തിലും നമ്മളുടെ സ്വന്തം വിംസിക്കലി നമ്മൾ ഭഗവാനെ സേവനം ചെയ്താലും ഇതിൽ പ്രാർത്ഥിച്ചാലും ശരി, നമ്മുടെ ഇഷ്ടപ്രകാരം, എന്നാലും അവിടെ പ്രോഗ്രസ് ഡെഫിനറ്റ് ആണ്. പക്ഷേ ഇത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ചെയ്യാം, അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ നാലാമത്തെ കാര്യം ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 55th വേഴ്സിലെ എങ്ങനെ ഭഗവാന് സേവനം ചെയ്യാൻ എന്നിട്ട് പറഞ്ഞിരുന്നാണ് പറയുന്നത്. സോ വൺ ഷുഡ് ബി സിമ്പത്തറ്റിക് ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൃഷ്ണ കോൺഷ്യസ്നസ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുക, അറ്റ്ലീസ്റ്റ് ബൈ വേർഡ് ഓഫ് മൗത്ത്. എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ പറയാൻ ഒരു പ്രഭു അല്ലെങ്കിൽ മാതാജി അവിടെ ക്ലാസ് നടക്കുന്നുണ്ടോ, അവിടെ ഡിവോഷൻ ആക്ടിവിറ്റീസ്, വൈ ഡോണ്ട് യു ഗോ, work for me na parne, that is enough. And if that person goes and if he is progressing in that direction, definitely this person also gets credit, like who recommended. നമ്മൾ സ്വന്തം പോയിട്ടില്ല, നമുക്ക് ഒരു അവിടെ കേട്ടോ ടെമ്പിൾ, അവിടെ നല്ല നല്ല ക്ലാസ് എടുക്കുന്നുണ്ട്, നല്ല പ്രസാദം കിട്ടുന്നുണ്ട്, നല്ല ഫങ്ഷൻസ് ഉണ്ട്, ഗോ ആൻഡ് ജോയിൻ ദം. അപ്പോൾ ആ വ്യക്തി അങ്ങനെ ഇദ്ദേഹം പറഞ്ഞത് കാരണം ആ കൃഷ്ണ കോൺഷ്യസ് ഒരു പ്രാക്ടീസ് തുടങ്ങി അതിൽ വിജയം കൈവരിക്കുകയാണെങ്കിൽ ഹി ഈസ് ആൾസോ ബെനിഫിറ്റഡ്, ദ പേഴ്സൺ ഹു റെക്കമെൻഡഡ്. അപ്പൊ അതൊരു സേവയാണ്. അപ്പൊ അതാണ് വർക്ക് ഫോർ മീ. സോ ദാറ്റ് അങ്ങനെ ഒരു വർക്ക് ചെയ്താൽ മതി. സോ ദർ ആർ മെനി ഡിവോട്ടീസ് ഹു ആർ എൻഗേജ് ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ആൻഡ് ദേ റിക്വയർ ഹെൽപ്പ്. പണം കൊണ്ട് ഹെൽപ്പ് ചെയ്യാം, ഫിസിക്കൽ ഹെൽപ്പ് ചെയ്യാം, പിന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ എന്തെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാം. എനി സോർട്ട് ഓഫ് ഹെൽപ്പ്, സ്പിരിച്വൽ ഹെൽപ്പ്. സോ ഈവൺ ഇഫ് വൺ കനോട്ട് ഡയറക്ട്ലി പ്രാക്ടീസ് ദ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഭക്തി യോഗ, യു ക്യാൻ ട്രൈ ടു ഹെൽപ്പ് സച്ച്. ചില ആൾക്കാർ ഡയറക്ട്ലി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ദേ ഹാവ് ലോട്ട് ഓഫ് മണി. സോ ഹെൽപ്പ് ദം ബൈ ഗിവിംഗ് ലക്ഷ്മി, വിച്ച് ക്യാൻ ബി യൂസ് ഇൻ ഡിവോഷൻ സർവീസ്. എവറി എൻഡെവർ റിക്വയർസ് ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ലേബർ. പ്രഭാത പറയുന്നത് എവറി എൻഡെവർ, ഓരോ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിനും ലാൻഡ് വേണം, സം ക്യാപിറ്റൽ വേണം, ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ലേബർ. അപ്പോൾ ഇതിലെ ഏത് തലത്തിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ആ തലത്തിൽ ഹെൽപ്പ് ചെയ്യാം. ജസ്റ്റ് ആസ് ഇൻ ബിസിനസ് വൺ റിക്വയർസ് എ പ്ലേസ് ടു സ്റ്റേ, സം ക്യാപിറ്റൽ ടു യൂസ്, some labor and some organization to expand. So the same is required in the service of Krishna. The only difference is that in materialism one works for sense gratification. അത് മാത്രമേ ഉള്ളൂ. മറ്റത് ഭഗവാന്റെ പ്രീതിക്കാണ്. മെറ്റീരിയലി നമ്മൾ വർക്ക് ചെയ്യുന്നതെല്ലാം സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, മറ്റത് സ്പിരിച്വലി ഭഗവാന്റെ പ്രീതി. The same work, however, can be performed for the satisfaction of Krishna, and that is spiritual activity. If one has sufficient money, he can help in building an office or temple for propagating Krishna consciousness. പ്രഭാത ഫിജിയിൽ എവിടെ പോയ സമയത്ത് ഒരു ബിസിനസ്മാൻ വന്ന് പ്രഭാത വലിയ കാര്യങ്ങളും, പ്രഭാത എനിക്ക് ഇത്ര ബിസിനസ് ഉണ്ട്, അത്ര ബിസിനസ് ഉണ്ട്, ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പ്രഭാതയ്ക്ക് അറിയാം, കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഡിവോട്ടി ആക്കാനൊന്നും പറ്റില്ല. സോ പ്രഭാത പറഞ്ഞു, ഓക്കെ, ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, give you a 50% profit to Krishna.
we are making so much profit. You have 50%. So he's engaging him in this way, to work for Krishna, to help for Krishna service. അദ്ദേഹത്തിന് ഡയറ്റ് യു ലീവ് എവറിത്തിങ്, പൈസ പിന്നാലെ പോകാൻ പാടില്ല, എന്തിനാ വൈ യു ആർ ഡൂയിങ്. പ്രഭുപാദ് അങ്ങനെ പറഞ്ഞില്ല. പ്രഭുപാദ് നോസ് ഹൗ ടു ടാക്കിൾ ഓരോരുത്തരുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട്. യു ലീവ് എവറിത്തിങ്, ബിസിനസ് ഇതെല്ലാം മായാണ്, എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്, എന്തിനാ പണത്തിന് പിന്നാലെ പോകണം. He did not say that. Okay, no problem. You flourish in your business. Whatever profit you get, donate 50% for Krishna conscious activities. And his money is getting purified, and he's getting a, what you call, everything gets purified, and he will progress slowly in Krishna consciousness also, because he's helping propagation of Krishna consciousness. That's the proper idea. So if one cannot sacrifice the results of his activities, then same person can still sacrifice some percentage to propagate Krishna consciousness. Some percentage. 1%, 0.5%, 2%, whatever it is. That will also help. This voluntary service, the cause of Krishna consciousness, will help one to rise to a higher state of love of God. But slowly and gradually, അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളെ പതുക്കെ higher state of love of God എത്തും. Whereupon one becomes fine. അങ്ങനെ slowly നമ്മൾ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക്. എങ്ങനെയാണ് നമ്മൾ ആ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. ചില മെത്തേഡ് ഫാസ്റ്റ് ആയിരിക്കും, ചിലത് സ്ലോ ആയിരിക്കും. ബട്ട് ദ അൾട്ടിമേറ്റ് എയിം ഈസ് ടു മേക്ക് വൺ പെർഫെക്റ്റ്. അതാണ് ഭഗവാന്റേത്. ഇനി 11ാമത്തെ വീണ്ടും അവസാനത്തെ ഒരു അടവും കൂടി ഭഗവാൻ പറയും. ഒരു ഓപ്ഷൻ കൂടി, ഇനി അത് മയ്യേ ഇനി ഒന്നും കൂടി ഉണ്ട്. അപ്പൊ ഭഗവാൻ അത്രയും ദയാലുവാണെന്ന് പറയുക. സോ 11th അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे, हरि हरि बोल.